സ്നേഹം കൊണ്ട് പറയണതാണ്. അങ്ങോട്ട് ചെന്ന് കയറില്ലേ, ഒറ്റയാനോട് ലിഫ്റ്റ് ചോദിച്ച സീനാണ് അവൾ. തന്നെ മോഹൻലാലിനെ പോലെയുള്ള ഒരു നടന്റെ താരമൂല്യവും ജനപ്രീതിയും മുതലാക്കുകയല്ലേ താങ്കൾ ചെയ്തത്? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാൻ ഒരിക്കലും മോഹൻലാലിന്റെ ഒരു ഡേറ്റ് വാങ്ങിച്ചിട്ടില്ല. ആരംഭത്തിൽ അപമാനം. ആളുകളെ ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ വിനോദിപ്പിക്കാൻ സ്വയം ഒരു ചാക്യാരുടെ വേഷം അണിയുകയും പരിഹസിക്കാനുള്ള ഒരു ലൈസൻസ് സ്വയം എടുക്കുകയും ചെയ്തിട്ടുണ്ടോ താങ്കൾ? അത് ഉത്തരം പറ. അത് അങ്ങനെ എവിടെയെങ്കിലും ലൈസൻസ് കിട്ടുമെങ്കിൽ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കാം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. എടുക്കാതെ തന്നെ അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നു? ഞാൻ കരുതുന്നേ ഇല്ല. പോയി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഓരോ പ്രവൃത്തിക്കും അപ്പോ അതിനുള്ള ഫലം കിട്ടും. സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. അത്രേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടിയും കിട്ടും. 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെ ഒരു അടി കിട്ടുമ്പോൾ താങ്കൾ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക? അത് നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണീക്കെ പിടിക്കണത്? അത് നമ്മള് താങ്കൾക്ക് എങ്ങനെയാണ് അടി കിട്ടുക ആ സ്വീകരിക്കുന്ന പോലെ തന്നെ ഞാനും സ്വീകരിക്കും. ഇതിന് പി.ടി. കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു, താങ്കളുടെ സിനിമകളിൽ പോലും കീഴാളന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് കാണാനില്ല. കാരണം മിക്കവാറും നായകന്മാരെല്ലാം നായന്മാരാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? കീഴാളന്മാർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ അർത്ഥം ആദ്യം അയാളോട് ചോദിക്കും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.